ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ ക്യൂ തന്നെയാണ്. അതായത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഡ്രൈ സ്കിൻ ആക്നെ, അതായത് ഡ്രൈ സ്കിന്നിൽ വരുന്ന വൈറ്റേഴ്സിനെ പറ്റിയിട്ട്, രണ്ടാമത്തെ ക്ലെൻസിങ് ഓയിൽസിനെ പറ്റിയിട്ട്, മൂന്നാമത്തെ സ്ട്രോബെറി ലെക്സിനെ പറ്റിയിട്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട്. കഴിഞ്ഞ ആഴ്ചയിൽ കുറെ കാലമായിട്ട് ഇപ്പൊ ചോദിക്കുന്നതാണ് ഈ ഡ്രൈ സ്കിന്നും വൈറ്റ് ഹെഡ്സിനെയൊക്കെ പറ്റിയിട്ട്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും വൈറ്റ് ഹെഡ്സിന്റെ വീഡിയോ പറയുമ്പോൾ ഞാൻ ഓയിലി കോമ്പിനേഷൻ സ്കിൻകാരെ പ്രിഫർ ചെയ്തിട്ടാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് വരുന്ന വൈറ്റ് ഹെഡ്സ് നമ്മൾ എങ്ങനെ മാറ്റും? ഈ വൈറ്റ് ഹെഡ്സ്, അതായത് ഈ ഒരു ടൈപ്പ് ആക്നെ ഡ്രൈ സ്കിൻകാർക്ക് വരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം അവരുടെ ഫേസ് ഡ്രൈ ആണെങ്കിലും അവർക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. വൈറ്റ് ഹെഡ്സ് എല്ലാ സ്കിൻകാർക്കും വരാം. നമുക്ക് പോസ് ഉള്ളിടത്തോളം കാലം നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാ ടൈപ്പ് ആക്നെയും വരാം. ഡ്രൈ സ്കിൻകാർക്ക് ഓയിലിക്കാരെയും കോമ്പിനേഷൻകാരെയും കമ്പയർ ചെയ്യും കുറച്ച് കുറവായിട്ടായിരിക്കും വരുന്നത്, പക്ഷെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഹെഡ്സ് എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ആക്നെയാണ്. ഇപ്പൊ നമ്മൾ പിമ്പിൾസ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, മിലിയ, പാപ്യൂള് അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ, ഓരോ ഇതിനെല്ലാം നമ്മൾ ആക്നെ എന്നാണ് പറയുന്നത്. അതിപ്പോ തന്നെ വൈറ്റ് ഹെഡ്സ് ഒരു ടൈപ്പ് ആക്നെയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഡ്രൈ സ്കിൻകാർക്ക് വരുന്നത്? കാരണം നമ്മൾ എപ്പോഴും ഓയിലി സ്കിന്നിൽ പറയുമ്പോൾ നമ്മൾ പറയും ഈ ആക്നെ വരുന്നത് നമ്മുടെ ഓയിൽ ഇപ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ പോയി ഇരുന്നിട്ടാണ്. അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് ഓൾറെഡി ഓയിൽ പ്രൊഡക്ഷൻ കുറവല്ല, അപ്പൊ അവർക്ക് എങ്ങനെ വരും എന്നാണ് ചോദിക്കുന്നത്. സംഭവം ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ ഓയിൽ ഉണ്ടാവുമല്ലോ. ഈ ഓയിൽ നമ്മുടെ പോസ്റ്റ്, അതായത് എല്ലാ സ്കിൻകാർക്കും പോസ് ഉണ്ട്. നിങ്ങളുടെ ഡ്രൈ ആയിക്കോട്ടെ, നോർമൽ ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, എന്ത് സ്കിൻ ആയാലും പോസിനും അത് ചിലവർക്ക് നല്ല പ്രോമിനന്റ് ആയിട്ട് കാണും, ചിലവർക്ക് കാണത്തില്ല. ഡ്രൈ നോർമൽ സ്കിൻകാർക്കൊക്കെ ആണെങ്കിൽ അത്ര നന്നായിട്ട് പോസ് ഫേസിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് സ്കിന്നിൽ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഫോളിക്കിൾസുമായിട്ട് അറ്റാച്ച് ആയിട്ട് പോസും ഉണ്ട്. മാത്രമല്ല എല്ലാവർക്കും സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ഈ ഡ്രൈ സ്കിൻകാർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്കിന്നിന്റെ ഡ്രൈനെസ് കാരണം ഡ്രൈനെസ്സിന് കാരണം ഓയിൽ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ടാണ്. ഓൾറെഡി ഓയിൽ പ്രൊഡക്ഷൻ കൂടെ കുറവായതുകൊണ്ട് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഒന്നും കൂടെ വർക്ക് ചെയ്യും, കുറച്ചും കൂടെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഓവർ പ്രൊഡ്യൂസ് പക്ഷേ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ നമ്മുടെ സ്കിന്നിൽ നിൽക്കാനൊന്നും പോകില്ല. അത് നമ്മുടെ സ്കിന്നിന് വീണ്ടും ഡ്രൈ ആക്കിക്കൊണ്ട്, കാരണം നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേറ്റ് ചെയ്യേണ്ട ഇനഫ് ഓയിൽ എന്തായാലും ഈ സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ ഓയില് പിന്നെ നമ്മുടെ ഡെഡ് സ്കിൻ ലെയേഴ്സ്, പിന്നെ ബാക്ടീരിയ, അഴുക്കുകൾ, ഇതെല്ലാം കൂടെ വന്നിട്ട് ഈ പോസിൽ അടഞ്ഞിരുന്നിട്ടാണ് വൈറ്റ് ഹെഡ്സ് വരുന്നത്. ഇത് ബ്ലാക്ക് ഹെഡ്സിലോട്ട് മാറുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അത് എന്താ പറയുക, നമ്മൾ അന്തരീക്ഷത്തിൽ ഓക്സിജനുമായിട്ടൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിഡൈസ് ആകുമ്പോഴാണ് അത് ബ്ലാക്ക് ഹെഡ്സ് ആവുന്നത്. ഓക്സിഡൈസ് ആയില്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ്. അപ്പം ഡ്രൈ സ്കിൻകാർക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാനുള്ള ചാൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഇത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സ്കിൻ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുന്ന എപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ആ ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ഡ്രൈനെസ് ഫീൽ ചെയ്യാതെ നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിലധികം ഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവത്തില്ല. കാരണം ഓൾറെഡി ഓയിൽ പ്രൊഡക്ഷൻ ആവശ്യത്തിനുള്ള ഓയിലല്ലേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ നന്നായിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് നന്നായിട്ട് മോയിസ്ചറൈസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്, ഓൾറെഡി ഉള്ള വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് നയാസിനമൈഡ് ആണ്. നയാസിനമൈഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാം, പക്ഷെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു ഉപകാരം ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇത് നമുക്ക് ഡ്രൈ സ്കിൻകാർക്കും ഓയിലി സ്കിൻകാർക്കും ഒരുപോലെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് സ്കിൻ ഡ്രൈ ആക്കത്തില്ല നയാസിനമൈഡ്, എന്നാൽ ഓയിൽ പ്രൊഡക്ഷൻ ഒരു ചെറിയ പരിധി വരെ കൺട്രോൾ ചെയ്യും. ആ കൺട്രോൾ മതി നമ്മുടെ ഡ്രൈ സ്കിൻകാർക്കുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ, ആ പോസിനെ നമുക്കൊന്ന് അപ്പിയറൻസിനെ ഒന്ന് കുറയ്ക്കാനും, അല്ലെങ്കിൽ നമ്മുടെ പോസിനെ ഒന്ന് അൺഗ്ലോഗ് ചെയ്യാനും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നയാസിനമൈഡ് സെറംസ് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, സ്കിൻ ഹൈഡ്രേഷൻ കിട്ടി നയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ. രണ്ട്, നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോവുകയും ചെയ്യും നയാസിനമൈഡ് ഉപയോഗിക്കുമ്പോൾ. എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് അത്രയും പോകുന്ന വെച്ചാൽ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പറ്റുമാണെങ്കിൽ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് ഡെയിലി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ല, ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ HA/BHA ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴോ സ്കിൻ ഡ്രൈ ആയി, വീണ്ടും എക്സ്ട്രീംലി ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, 2 ദിവസത്തിലൊരിക്കലോ 3 ദിവസത്തിലൊരിക്കലോ നൈറ്റിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജെന്റിൽ ഫേസ് വാഷ് അഡാപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആവത്തില്ല, എന്നാൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകാനായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കത് മാറ്റാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓവറായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന മോയിസ്ചറൈസേഴ്സിൽ സിൻഡെല്ല ഏഷ്യാറ്റിക്ക നോക്കുക. അതല്ലെങ്കിൽ നയാസിനമൈഡ് വിത്ത് സിൻഡെല്ല ആയിട്ടുള്ള സെറംസ് നമ്മുടെ ഡോക്ടർ ഷേപ്പിൽ അവൈലബിൾ ആണ്, അത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയാലും മതി.
പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5% സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ റെക്കമെൻഡേഷൻസ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ലിങ്ക്. അല്ല നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 10% സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ നയാസിനമൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ആ ഒരു ഓയിൽനെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ മനസ്സിലായി ഡ്രൈ സ്കിൻകാർക്ക് എന്തുകൊണ്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നു, അത് എങ്ങനെ കുറച്ചെടുക്കുക എന്നുള്ള ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓയിൽ ക്ലെൻസിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ ലാസ്റ്റ് 2 ആഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓയിൽ ക്ലെൻസിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ ഓയിൽ ക്ലെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ എനിക്ക് ചോദിച്ചു ചേച്ചിയുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, ചേച്ചിക്ക് ഏത് ഓയിൽ ക്ലെൻസ് ആണ് ചേരുന്നത്, പിന്നെ മാത്രമല്ല ഓയിൽ ക്ലെൻസ് ചെയ്ത വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകും, പിന്നെ പല പല ടൈപ്പ് ഓയിൽസ് കാസ്റ്റർ ഓയിൽ കോക്കനട്ട് ഓയിലൊക്കെ ഓയിൽ ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ് ഓയിൽ ക്ലെൻസ് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മുടെ മേക്കപ്പോ അല്ലെങ്കിൽ സൺസ്ക്രീനോ നമ്മുടെ സാധാരണ ഫേസ് വാഷിൽ കഴുകി കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം കൂടുതലും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ ഫേസ് വാഷ് കൊണ്ട് കഴുകി കളയാൻ പറ്റത്തില്ല. കുറച്ചെടുത്ത് കളയും എന്നല്ലാണ്ട് പരിധിയെ കൂടുതൽ കളയാനായിട്ട് പറ്റാണ്ടായി. അപ്പൊ ഈ ഇരിക്കുന്ന മേക്കപ്പും സൺസ്ക്രീനും നമ്മുടെ പോസിലൊക്കെ പോയി അടഞ്ഞിട്ട് അത് നമുക്ക് പിമ്പിൾസും ആക്നെ ബ്രേക്ക്ഔട്ട്സും വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കാരണം പിന്നെ എല്ലാവരും വെറ്റ് വൈപ്സ് അല്ലെങ്കിൽ ക്ലെൻസിങ് മേക്കപ്പ് പൈപ്സിലോട്ടൊക്കെ പോയി. ഈ മേക്കപ്പ് പൈപ്സ് ബേസിക്കലി നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്ത് നമ്മുടെ എൻവയോൺമെന്റിന് അത്ര നല്ലതല്ല. ഒന്ന്. രണ്ട്, ഇതും മേക്കപ്പ് വൈപ്സും അത്ര എഫിഷ്യന്റ് അല്ലാത്തൊരു സാധനമാണ് മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട്. കാരണം അത് ചില സമയങ്ങളിൽ നമ്മുടെ പോസ്റ്റിലോട്ട് ഈ മേക്കപ്പ് പുള്ളി ചെയ്ത് വെക്കുന്നതായിട്ടും തോന്നി. അത് കാരണം ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരാൻ തുടങ്ങി. മാത്രമല്ല മേക്കപ്പ് വൈപ്സുകളിൽ ഒരുപാട് ഡീനാച്ചുറഡ് ആൽക്കഹോൾസ്, വിച്ച് കേസിൽ പിന്നെ ഫ്രാഗ്രൻസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസിലോട്ടൊക്കെ കൊണ്ടുപോയി. അപ്പൊ അതൊക്കെ കാരണം മൈസലാർ വാട്ടർ ക്ലെൻസിങ് ഓയിലൊക്കെ മാർക്കറ്റിലോട്ട് വന്നത്. ബേസിക്കലി അതിന് മുന്നേ ഇതുണ്ട്, പക്ഷെ കൂടുതൽ പോപ്പുലർ ആയിട്ട് ഈ റീസൺസ് കൊണ്ടാണ് കൂടുതലൊന്ന് പോപ്പുലർ ആയത്. ഡബിൾ ക്ലെൻസിങ്ങും അതുപോലെ തന്നെ ക്ലെൻസിങ് ഓയിലും മിസലാർ വാട്ടറും പോപ്പുലർ ആവാനുള്ള റീസൺസ് ഇത് തന്നെയാണ്. പിന്നെ എൻവയോൺമെന്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെയൊക്കെ മേക്കപ്പിലോട്ടൊക്കെ ശ്രദ്ധിക്കുക. കാരണം റീയൂസ് ചെയ്യാൻ തുടങ്ങി ബോട്ടിൽസ് ഒക്കെ. അതുപോലെ തന്നെ മേക്കപ്പ് വൈപ്സിന്റെയും അതുപോലെ നമ്മുടെ ഷീറ്റ് മാസ്കിന്റെയൊക്കെ ഈ ഓവർ കൺസപ്ഷൻ കാരണം നമുക്ക് എർത്തിനൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറ്റി. ഡബിൾ ക്ലെൻസിങ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് എന്നുള്ളത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഡബിൾ ക്ലെൻസിങ് ഭയങ്കര പണ്ട് തൊട്ടേ ഉണ്ട്. കാരണം നമ്മളിപ്പോ ഈ ഡാൻസ് കളിക്കുമ്പോഴത്തേക്ക് കഥകളിയൊക്കെ കളിക്കുമ്പോൾ നമ്മളെ ചുറ്റി അഴിക്കാനായിട്ട് അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോൾ അത്രയും ഹെവി മേക്കപ്സ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പണ്ട് മുതലേ എണ്ണ വെച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത്. കാരണം അന്ന് തൊട്ടേ അവർക്കറിയാം എണ്ണ വെച്ചിട്ടായിരിക്കും ആ എണ്ണയെ കൊണ്ട് തന്നെ കഴുകാൻ പറ്റും. ഈ പ്രൊഡക്ട്സ് എല്ലാം കൂടുതലും ഓയിൽ ബേസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ ഇട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് കഴുകി കളയാനായിട്ട് പറ്റുമെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് പണ്ട് തൊട്ടേ ഓയിൽ ക്ലെൻസിങ് നമ്മുടെ കൾച്ചറിൽ ഉള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് തൊട്ടേ ഏറ്റവും നമ്മൾ കേരളക്കാരുടെ കേരനിരകളാടുകയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് ആയിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് ഓയിൽ ആയിരുന്നു. അപ്പൊ നമ്മൾ കോക്കനട്ട് ഓയിൽ ആയിരുന്നു യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ സ്കിൻകാർക്കും കോക്കനട്ട് ഓയിൽ പറ്റത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അപ്പൊ മനസ്സിലായില്ലേ, കോക്കനട്ട് ഓയിൽ ഇട്ടത്തില്ലേ നമ്മൾ. എന്തുണ്ടെന്നാല് കോക്കനട്ട് ഓയിൽ കൊമിഡോജനിക് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതായത് നമ്മുടെ പോസിൽ കയറി അടഞ്ഞിരുന്നിട്ട് പുറത്തോട്ട് വരാതിരിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അപ്പൊ അത് കാരണം നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കിന്നിനകത്ത് ഒരുപാട് പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും വരാൻ തുടങ്ങി. പിന്നെ ഒരു പരിധിവരെ ആൾക്കാർക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട്സ് ഫീൽ ആവാത്ത എന്തെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന സോപ്പിനകത്ത് ഈ ഓയിൽ കഴുകി കളയുന്നുണ്ട്. സോപ്പിനകത്തുള്ള ഡിറ്റർജൻസ് നല്ല രീതിയിൽ നമ്മുടെ ഈ ഓയിൽസിനെ കഴുകി കളയുന്നുണ്ടായിരുന്നു. നമുക്ക് അന്ന് അതൊന്നും ഫീൽ ആവായിരുന്നു. പക്ഷെ ആ സമയത്ത് ഉണ്ടാവുന്നത് നമ്മുടെ സ്കിൻ വീണ്ടും വീണ്ടും ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പൺ പോസിൽ അപ്പിയറൻസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ഞാനൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതായിരുന്നു നമ്മൾ ഡാൻസ് കളിക്കുന്ന സമയത്ത്. അപ്പോഴാണ് മാറി തുടങ്ങിയത്. ഇപ്പൊ ക്ലെൻസിങ് ഓയിലൊക്കെ വെച്ചിട്ടായിരുന്നു. പണ്ട് ഞാനും കോക്കനട്ട് ഓയിലും സോപ്പ് വരുന്ന എന്റെ സ്ഥിരം മേക്കപ്പ് എടുത്ത് കളയാനുള്ള സാധനം. പിന്നെ നല്ല വെള്ള അലക്കിയ തുണി. എനിവേസ്, അപ്പൊ അലക്കിയ തുണി എടുക്കുന്ന അഴുക്ക് തുണിയിട്ട് മുഖത്ത് തേച്ചാൽ കുരു വരുമെന്ന് മേടിച്ചിട്ടുണ്ട്. പക്ഷെ കുരു വരാനുള്ള സാധനം മുഖത്തോട്ട് തേച്ച് വെക്കുന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഓയിൽ ക്ലെൻസ് ചെയ്യാനായിട്ട് കോക്കനട്ട് ഓയിൽ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ കുഴപ്പമില്ല. കാരണം പോസ്റ്റിലോട്ട് അത്രയും ഓയിൽ ഇറങ്ങാൻ ചാൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പോക്കുരു വന്നില്ലെങ്കിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം. അപ്പൊ വീട്ടിലുള്ള ഏത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആർഗൺ ഓയിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലും ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ക്ലെൻസിങ് ഓയിൽസ് യൂസ് ചെയ്തത്. കാരണം ഇതിന്റെ സോൾ പർപ്പസ്, ക്ലെൻസിങ് ഓയിൽസിന്റെ സോൾ പർപ്പസ് മേക്കപ്പ് അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ റിമൂവ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ക്ലെൻസിങ് ഓയിൽ ആയിരിക്കും ബെസ്റ്റ്. റെക്കമെൻഡേഷൻ പറഞ്ഞുതരാവേ. എനിവേസ്, അപ്പൊ അതായിരിക്കും ക്ലെൻസിങ് ഓയിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എപ്പോഴാണ് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുന്നത്, ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷമാണോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആണോ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എങ്ങനെ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഡ്രൈ ആയിരിക്കണം. കാരണം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കൈയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കൈയൊന്ന്
പിന്നെ കയ്യിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മൾ ക്ലെൻസിങ് ഓയിൽ കയ്യിലെടുക്കാം. കാരണം മോസ്റ്റ് ഓഫ് ദി ക്ലെൻസിങ് ഓയിൽ എന്താ നേച്ചർ വെള്ളമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ മാറും. അങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡ്രൈ ഹാൻഡിൽ നന്നായിട്ട് ക്ലെൻസിങ് ഓയിൽ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഏറ്റവും നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന നല്ല ബോൾഡ് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഏറ്റവും അവസാനം ഐയിലോട്ടും ലിപ്സിലോട്ടും പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ജസ്റ്റ് ഒരു പമ്പ് ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ സാധനങ്ങൾ കിട്ടും. അത് സെബേഷ്യസ് ഫിലമെന്റ് ആണ്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അല്ല. ക്ലെൻസിങ് ഓയിൽ ഒരു പരിധി കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോവാൻ പോകുന്നില്ല, അങ്ങനെ ഫ്ലഷ് ആയിട്ട് വരത്തില്ല. പക്ഷെ ഓയിൽ പുള്ളിങ് നടക്കുന്ന കാരണം സെബേഷ്യസ് ഫിലമെന്റ്സ് വരും എന്നുള്ള കാര്യം സത്യമാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്ത് പറയാറുണ്ടെന്ന് വെച്ചാൽ ഇനി മേ ബി ഈ ട്രെൻഡ് എന്ന് നമ്മുടെ റീൽസിലും ഷോർട്ടിലും റീഅപ്പിയർ ചെയ്യുമെന്ന് അറിയത്തില്ല. കൊറോണ സമയത്ത് ഒരു വലിയ ടിക്ടോക്ക് ട്രെൻഡ് ഉണ്ടായിരുന്നു, സ്കിന്നിൽ ഓയിൽ പുള്ളിയാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ 30 മിനിറ്റ്സ് ഒക്കെ ഡയറക്റ്റ് ഇരുന്ന് ഇങ്ങനെ ഫേസ് ഓയിൽ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കും. സംഭവിക്കുന്ന ഒരുപാട് ഓയിൽ ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നാച്ചുറൽ ഓയിലിനെ കൂടെ പുൾ ഔട്ട് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. പിന്നെ അന്ന് കുറെ പേര് കോക്കനട്ട് ഓയിൽസും പിന്നെ റാൻഡം ആയിട്ട് വീട്ടിലുള്ള കുറെ ഓയിൽസ് ഒക്കെ മിക്സ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കാരണം ഒരുപാട് പേർക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് വന്നു. സോ അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും പരീക്ഷിക്കാൻ ശ്രമിക്കരുത്. ഫ്യൂച്ചറിൽ ഈ ട്രെൻഡ് കണ്ടാൽ ഇന്ന് ഞാൻ ഈ പറയുന്ന ആലോചിച്ച് അന്ന് ഈ ട്രെൻഡിന് ദൈവത്തെ ചെയ്യാൻ നിൽക്കരുത്. ക്ലെൻസ് ചെയ്തതിന് ശേഷം ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് വെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ് വാഷ് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അതാണ് ഗോ വേ. ഫസ്റ്റ് ക്ലെൻസിങ് ഓയിൽ പിന്നെ ഫേസ് വാഷ്. അപ്പൊ അത് മനസ്സിലായാലോ. അപ്പൊ ക്ലെൻസിങ് ഓയിൽസ് തന്നെ യൂസ് ചെയ്യുക. ആ വരുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ആണ് നല്ലത്. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നയാസിനമൈഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ക്ലെൻസിങ് ഓയിൽസ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ആർക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ് ഒരുപാട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ട് പോലും മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ നല്ല സൺസ്ക്രീൻസ്, ഇപ്പോഴത്തെ സൺസ്ക്രീൻസ് ഒരു ഇതെല്ലാം വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സമയത്ത് നമ്മൾ സാധാരണ വെള്ളം കൊണ്ട് കഴുകിയാലും ആ സൺസ്ക്രീൻസ് പോകണമെന്നില്ല, കുറച്ച് റെസിഡ്യൂസ് അവിടെ ഇവിടെയൊക്കെ കാണും. അപ്പൊ അതൊക്കെ കളയാനായിട്ടും ക്ലെൻസിങ് ഓയിൽസ് നല്ലതാണ്. അപ്പൊ നിങ്ങൾ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്താൽ ഫേസ് ഒന്നും കൂടെ ക്ലീൻ ആക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ പുറത്തുള്ള ഈ ഒരു പൊല്യൂഷൻ, ഡേർട്ട് അതൊക്കെ കളയാനായിട്ട് എല്ലാ ഡേർട്ടും ഓയിലിൽ സാധാരണ ഫേസ് വാഷ് പോകണമെന്നില്ലല്ലോ. ചിലത് നമുക്ക് ഓയിൽ വെച്ചിട്ട് തന്നെ പോകത്തുള്ളൂ. അപ്പൊ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ക്ലെൻസിങ് ഓയിൽ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനം. ഇനി ക്ലെൻസിങ് ഓയിലിന്റെ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിലെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലെൻസിങ് ബാം നോക്കുകയാണെങ്കിൽ ഡീകൺസ്ട്രക്റ്റിലുണ്ട്, നമ്മുടെ പ്ലമ്മിലുണ്ട് ക്ലെൻസിങ് ബാം. ഇതൊക്കെ പ്ലമ്മിൽ തന്നെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്, ക്ലെയറിലുണ്ട്, ഫേസ് ഷോപ്പിലുണ്ട്, DHCയിലുണ്ട് ക്ലെൻസിങ് ഓയിൽ, ത്രിതത്തിലുണ്ട് ക്ലെൻസിങ് ഓയിൽ. അങ്ങനെ നമ്പർ ഓഫ് ക്ലെൻസിങ് ഓയിൽ ഉണ്ട്. ഏതെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. ന്യൂട്രിജീനിയയിൽ നമുക്ക് ക്ലെൻസിങ് ഓയിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല, പണ്ട് ഉണ്ടായിരുന്നില്ല. എന്റെ ഫസ്റ്റ് ക്ലെൻസിങ് ഓയിൽ അതായിരുന്നു. സോ ഇപ്പൊ ഉണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. ഞാനിപ്പോ നോക്കിയിട്ട് ഒരുപാട് നാളെ ആ ഒരു ഓയിലിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അതിപ്പോ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. പക്ഷെ അവരുടെ ക്ലെൻസിങ് ഓയിലും അത്യാവശ്യം അഫോർഡബിളും ആണ്, ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും, നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ്. അടുത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നേന് ചേച്ചി എനിക്ക് സ്ട്രോബെറി ലെഗ്സ് ഉണ്ട്, അതെങ്ങനെ മാറ്റാം? ബേസിക്കലി സ്ട്രോബെറി ലെഗ്സ് എന്നുള്ള ഒരു മെഡിക്കൽ ടേം ഒന്നും അല്ല, നമ്മളെ പോലെയുള്ള സാധാരണക്കാർ കണ്ടുപിടിച്ച സാധനമാണ് സ്ട്രോബെറി ലെഗ്സ്. ഈ സ്ട്രോബെറി ലെഗ്സിന് മെയിൻ ആയിട്ട് 6 റീസൺസ് കാരണമാണ് സ്ട്രോബെറി അപ്പിയറൻസ് നമ്മുടെ കാലിന് വരുന്നത്. ആ ഒരു സ്ട്രോബെറി കാണാൻ ആ ഒരു കുത്തുകുത്ത്, അത് കാരണം ഈ സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിൻ എന്നൊക്കെ ഉള്ളൊരു പേര് വന്നത്. അപ്പൊ 6 റീസൺസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് കെരാറ്റോസിസ് പൈലാരിസ്. ഞാൻ ഓരോ 6 റീസണും പറയാം. ആ റീസണിന്റെ കൂടെ തന്നെ എന്റെ സൊല്യൂഷനും പറഞ്ഞു. കെരാറ്റോസിസ് പൈലാരിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഡ്രൈ സ്കിൻകാർക്ക് അവരുടെ പോസ് പെട്ടെന്ന് ക്ലോഗ് ആവും. മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ സ്കിൻ പെട്ടെന്ന് ക്ലോഗ് ആവും. മാത്രമല്ല ഡ്രൈ അപ്പിയറൻസും കൂടെ കാരണം അവർക്ക് നല്ല രീതിയിൽ ഒരു സ്ട്രോബെറി ലെഗ് അപ്പിയറൻസ് വരും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ എക്സ്ഫോളിയേഷൻ, ഹോട്ട് വാട്ടർ ഷവർ അവോയ്ഡ് ചെയ്യുക, എക്സ്ഫോളിയേറ്റ് ചെയ്യുക സ്കിൻ. അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ഷവേഴ്സ് അവോയ്ഡ് ചെയ്യുക. ലൂക്ക് വാം വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ആണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ നന്നായിട്ട് സ്കിൻ മോയിസ്ചറൈസ് ചെയ്യുക. ലാക്ടിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള മോയിസ്ചറൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇതെടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ യൂറിയ ബേസ് ചെയ്തിട്ടുള്ള ബോഡി മോയിസ്ചറൈസേഴ്സും എന്തായാലും യൂസ് ചെയ്യുക. അത് നിങ്ങൾ കുളിച്ചിറങ്ങി 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വാംത്ത് നമ്മൾ ആ വെള്ളത്തിന് ആ ഒരു നനവ് നിൽക്കുമ്പോൾ തന്നെ സ്കിൻ മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ റീസൺ ആണ് ക്ലോഗ്ഡ് പോസ്. ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ അല്ല, നോർമൽ സ്കിൻ ആണെങ്കിൽ പോലും നമ്മുടെ അവിടുത്തെ പോസ് ക്ലോഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹെയർ റിമൂവ് ചെയ്തിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പോസ് അങ്ങനെ തന്നെ ലീവ് ചെയ്യല്ലേ. അപ്പൊ അത് കാരണം നമ്മുടെ പോസ് പെട്ടെന്ന് ക്ലോഗ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് മാക്സിമം എക്സ്ഫോളിയേഷൻ. ഫസ്റ്റ് എല്ലാ സ്ട്രോബെറി ലെഗ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്.
അടുത്തതെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. അതിപ്പോ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രമേ നല്ല യൂറിയ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ലൈറ്റ് തീരെ ഡ്രൈ അല്ലെങ്കിൽ സാധാരണ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ബോഡി ലോഷൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് കുറച്ച് മാറ്റാൻ പറ്റും. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ വിസിബിൾ റൂട്ട് ഹെയർസ്, അതായത് നമ്മളിപ്പോ ഷേവ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ കൂടെ ആ റൂട്ട് ഹെയർ ഇല്ല, തിൻ ആയിട്ടുള്ള ആ കറുത്ത സാധനം നമുക്ക് നന്നായിട്ട് വിസിബിൾ ആവും, പ്രത്യേകിച്ചും ഷേവ് ചെയ്യുന്ന സമയങ്ങളിൽ. അതാണെന്നുണ്ടെങ്കിൽ ലേസർ റിഡക്ഷനിലോട്ട് തിക്കായിട്ടുള്ള ഹെയർസ് അറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലേസർ റിഡക്ഷനിലോട്ടോ എന്തെങ്കിലും അഡ്വൈസ് എടുക്കുന്നതാണ് നല്ലത്. കാരണം ആ റൂട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കണ്ടോണ്ടിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് അത്രയും നല്ല വാക്സിങ് പ്രിഫർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിസിബിൾ റൂട്ട് ഹെയർ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അടുത്ത നാലാമത്തെ റീസൺ ആണ് ഇൻഗ്രോൺ ഹെയർസ്. ഇൻഗ്രോൺ ഹെയർ കൂടുതലായിട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രൈ ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷേവ് ചെയ്യുന്ന ബ്രഷ് ചെയ്ത് ബ്ലേഡ് ഇല്ലേ, അത് ബ്ലെൻഡ് ആയിട്ട് എനിക്കിപ്പോ പണിയിട്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഒറ്റ ഇൻഗ്രോൺ ഹെയർ വന്നിരിക്കുകയാണ് എന്റെ അണ്ടർആമിന്റെ അവിടെ. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ബ്ലെൻഡ് ആയിട്ടുള്ള പെട്ടെന്ന് ഷേവ് ചെയ്തപ്പോഴത്തേക്ക് നല്ല റേസർ ഞാൻ യൂസ് ചെയ്യുന്ന പുതിയ റേസർ തപ്പിയപ്പം എവിടെയും വെച്ച് മറന്നുപോയി. അപ്പൊ ഞാൻ പഴയത് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്ത് നല്ല രീതിയിൽ പണിയിട്ടി. അപ്പൊ അതുകൊണ്ട് പഴയ റേസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്ലെൻഡ് ആയിട്ടുണ്ടോ നോക്കുക. അത് ഞാൻ വിചാരിച്ച ബ്ലെൻഡ് അല്ലെന്ന് വെച്ചാൽ നല്ല ബ്ലെൻഡ് ആയിരുന്നത്. ബ്ലെൻഡ് ആയിട്ടുള്ള ഷേവ് മാറ്റിയിട്ട് ഷാർപ്പ് ആയിട്ടുള്ള പുതിയ ഷേവിംഗ് സെറ്റ്സ് യൂസ് ചെയ്യുക, ഷാർപ്പ് ആയിട്ടുള്ള ബ്ലേഡ് തന്നെ യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഡ്രൈ ഷേവ് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിൻ ഷേവ് ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ ബോഡി വാഷ് അല്ലെങ്കിൽ ഒരു ബോഡി ഓയിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ബോഡി ലോഷൻ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒരു എന്താ ഒരു മീഡിയം കൊടുക്കുക, എന്നിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഗ്രോൺ ഹെയർസിന്റെ അപ്പിയറൻസ് കുറച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അപ്പിയറൻസ് മാത്രമല്ല, നമുക്ക് ഈ റേസർ ബംസ്, അതായത് വേറൊരു റീസൺ ആണ് മെക്കാനിക്കൽ ഫോളിക്കുലൈറ്റിസ്, അതായത് ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബംസില് അത് കുറയ്ക്കാനും നമുക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഷേവിംഗ് മെത്തേഡ് യൂസ് ചെയ്താൽ പറ്റും. അതിന്റെ കൂടെ പ്രോപ്പർ ആയിട്ട് എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്യുക. അതിന് ഒന്നുകിൽ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് യൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ യൂസ് ചെയ്താലും മതി. അടുത്തത് മൈക്രോബിയൽ ഫോളിക്കുലൈറ്റിസ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷേവ് ഒക്കെ ചെയ്യുന്ന കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ്, അതായത് നമ്മുടെ ഹെയർ റൂട്ടിന്റെ അവിടെ ചെറിയ പസ് കണക്ക് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബെൻസോൾ പെറോക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസോ സോപ്പൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് കുറയാൻ പറ്റും. പിന്നെ അത് എക്സസീവ് ആയിട്ട് മാറുകയാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനും മറക്കണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലല്ല എന്തൊക്കെയാണ് റീസൺ, അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അയക്കാണ്ട് ഒരു വീഡിയോ എടുക്കുക, അതൊന്ന് കണ്ടു. അപ്പൊ ഇന്നത്തെ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒരു ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും കമന്റ് ബോക്സിൽ വെച്ച് നമുക്ക് അടുത്ത ട്യൂസ്ഡേ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.